friends, welcome back to my channel. Hope you are all doing well. ഇന്നത്തെ വീഡിയോ വരുന്നത് ഫെലനോപ്സിസ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെയും ഡെൻഡ്രോബിയം സീഡ്ലിംഗ് പ്ലാന്റ്സിന്റെയും സെയിൽ വീഡിയോ ആണ്. നമുക്ക് ആദ്യം തന്നെ ഫെലനോപ്സിസ് ഓർക്കിഡ്സിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫെലനോപ്സിസിലെ മിനിയേച്ചർ വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്. ഫസ്റ്റ് നമുക്ക് മിനിയേച്ചർ വെറൈറ്റി നോക്കാം. മിനിയേച്ചർ വെറൈറ്റി ഞാൻ ഇവിടെ തന്നെ വളർത്തിയെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 8 മാസം വളർത്തിയതിനു ശേഷമാണ് ഈ ഒരു ഫ്ലവറിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. മിനിയേച്ചർ വെറൈറ്റിയിൽ ഈ ഒരു 2 കളറാണ് ഇപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പിങ്കും വൈറ്റും വരുന്ന കളറും പിന്നെ ഒരു പിങ്ക് കളറും ഡാർക്ക് പേർപ്പിൾ അതിൻ്റെ ലിപ്പിലുണ്ട്, ലൈറ്റ് പിങ്ക് പുറമേ ഉള്ളത്. ഈ ഒരു 2 കളറാണ് നമ്മളടുത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ള മീഡിയ സ്പാഗ്നം മോസ് ആണ്. സ്പാഗ്നം മോസ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാത്രമേ വെള്ളം ഉപയോഗിക്കുള്ളൂ. ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമേ ഞാൻ ഈ ഒരു വേനൽക്കാലത്ത് വെള്ളം കൊടുക്കലുള്ളൂ. പിന്നെ അതുപോലെ മഴക്കാലമാണെങ്കിൽ ആഴ്ചയിൽ 1 തവണ മാത്രമേ വെള്ളം കൊടുക്കുള്ളൂ. നല്ലോണം വേരോടുന്നുണ്ട്. നമ്മൾ ചകരിയും പിന്നെ അതുപോലെ തന്നെ കരിയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വേരോട്ടം നന്നായിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു സ്പാഗ്നം മോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആർക്കെങ്കിലും സ്പാഗ്നം മോസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ നഴ്സറിൽ വിൽപ്പനയൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഹൈബ്രിഡിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതാ നിങ്ങൾ ഈ കാണുന്ന എല്ലാ കളേഴ്സും ഉണ്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇനിയും കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ് സ്റ്റാർട്ടിങ്. 350 ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. പിന്നെ അതിന് മുകളിലോട്ടൊക്കെ ഉണ്ട്. ഹൈബ്രിഡിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഹൈബ്രിഡിലൊക്കെ തന്നെ നന്നായിട്ട് വേരൊക്കെ ബൗണ്ട് ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ്. ഹെൽത്തി പ്ലാന്റ് ആണ്. മിക്കതിനും തന്നെ ഫ്ലവർ ഉണ്ട്, അല്ലാത്തതൊക്കെ ബഡുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതിന് അടുത്തത് വരുന്നത് ഡെൻഡ്രോബിയം സീഡ്ലിംഗ് പ്ലാന്റ്സ് ആണ്. ഏകദേശം 10-15 വെറൈറ്റീസ് ഓഫ് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ നമ്മൾ അയക്കുള്ളൂ. എങ്ങനെയാണോ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കയ്യിലെത്തുന്ന ആ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇപ്പം മാർക്കറ്റിൽ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ചെറിയ പൈസക്കെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ മിക്കതെന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് മിക്ക ആൾക്കാരും അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഡെൻഡ്രോബിയം പ്ലാന്റ്സ് എല്ലാം പൊട്ടിച്ച് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പിന്നെ അത് റെഡിയായി വരുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നല്ല പ്ലാന്റ്സ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓരോന്നൊക്കെ ഇതുപോലെ വലിയ പ്ലാന്റ്സ് ആയിരിക്കും, ഓരോന്ന് ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 110 രൂപ. 110 റുപ്പീസ് പ്ലസ് CC ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ 10 പ്ലാന്റ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. ടോട്ടൽ വരുന്നത് 1100 രൂപ. പിന്നെ കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഏകദേശം 10-15 കളേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ കളറിൻ്റെ കാര്യത്തിൽ 95% മാത്രമേ ഗ്യാരണ്ടി തരുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 5% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. കാരണം നമ്മളടുത്ത് വിരിയുന്നതായാലും ഓരോന്നൊക്കെ മാറി വിരിയാറുണ്ട്. അപ്പോൾ 95% ഞാൻ ഉറപ്പ് തരുന്നു. എന്തായാലും പിന്നെ ടാഗ് നമ്മളെന്തായാലും ടാഗുള്ള പ്ലാന്റ്സ് മാത്രമേ ആയിക്കുള്ളൂ. അപ്പോൾ ആ ടാഗിനനുസരിച്ചിട്ടുള്ള കളർ മാത്രമേ വിരിയുള്ളൂ എന്ന്. അതിപ്പോൾ എൻ്റെ അടുത്തൊന്നും മാത്രമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ എവിടുന്ന് വാങ്ങിക്കുമ്പോഴായാലും ഒരു 95% മാത്രമേ കളറിന് ഗ്യാരണ്ടി പ്രതീക്ഷിക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കതും മാറാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ചാൻസ് അതെപ്പോൾ നമ്മൾ എന്താ പറയുക മുൻകൂട്ടി കണ്ടിട്ട് വേണം സീഡ്ലിങ്സ് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പ്ലാന്റ് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.